ഫൈറ്റൊക്കെ ഭയങ്കര വലുതായിട്ട് ഒരാളെ തട്ടുമ്പോൾ ഒരു 10 പേര് തെറിച്ചു പോകുന്ന അങ്ങനത്തെയൊക്കെ ഉള്ള നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറെ ഫൈറ്റൊക്കെയാണ്. അത്രേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരത്തും കൊണ്ടുവരണം, പിന്നെ അത് വേറെ ലെവലാണ്. ടിപ്പിക്കൽ തെലുങ്ക് മൂവിയാണ്. ഇതുവരെ ബോറൊന്നും അടിച്ചില്ല. ഇറ്റ്സ് ഗുഡ്, ബട്ട് ഇച്ചിരി ഓവറായി പോയെന്നേ പറയൂ. സിനിമ ബ്ലാസ്റ്റ്, വൈൽഡ് ഫയർ കരഞ്ഞു പോകട്ടോ. സോഗോ ഗിർജ അത് മാത്രം ഉണ്ട് കൊള്ളാവുന്നതായിട്ട്. അത് ഓക്കെയാണ്, എല്ലാവരും കോമാളി ആ ഒരു ടൈപ്പ് മനസ്സിലായോ. കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ആസ് എക്സ്പെക്റ്റഡ് ഇല്ല. ഫാസ്റ്റിൻ്റെ സീനൊക്കെ ആക്ച്വലി കൊള്ളാം. ഇൻ്റർവൽ ആ ഒരു ചാലഞ്ച് എനിക്ക് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, ബട്ട് ഇച്ചിരി ഓവറായി പോയെന്നേ പറയൂ. ഇൻട്രോ ഒക്കെ കൊള്ളാം, നല്ല. പക്ഷേ വണ്ണിൻ്റെ അത്രയും വന്നില്ല. ഇച്ചിരി ഫീലിങ്സ് കൂടിപ്പോയി. പടം നല്ല പടം, ഫസ്റ്റിനെക്കാട്ടിലും സെക്കൻഡ് പോലെ. ഇൻ്റർവൽ വരെ കണ്ടോല്ലേ, ഇൻ്റർവൽ വരെ വേറെ ലെവലാണ്. ഇൻ്റർവൽ ലാസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കിയിട്ട് പറയാം. ഫസ്റ്റ് ഇംപ്രഷൻ കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ഞാൻ പകുതി കഴിഞ്ഞ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പിന്നെ നമ്മൾ അല്ലു അർജുൻ്റെ ഇവിടെ ഫാൻസായിട്ട് നമ്മൾ ആരെയും കാണില്ല. അപ്പോൾ പിന്നെ അല്ലു അർജുനു വേണ്ടി നമ്മളൊരു ഇതണക്ക് വേഷമൊക്കെ കെട്ടി നമ്മുടെ ദൃശ്യമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. ഈ പടം കൊണ്ടുപോയത് പിന്നെ അല്ലാതെ അതിനല്ലേ ഞാൻ ഇവിടെ വന്നത്. പിന്നെ സമതയ്ക്ക് അടയ്ക്കേണ്ട പൈസയാണ്, അതിലാണ് ഇതെല്ലാം ഒരുങ്ങി വന്ന് നിൽക്കുന്നത്. പിന്നെ വെളുപ്പിനെ കണ്ടിട്ട് കുഴപ്പമില്ല, നമുക്ക് കുറ്റം പറയാനായിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ടേ ബാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്ന് ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരത്തും കൊണ്ടുവരണം, പിന്നെ അത് വേറെ ലെവലാണ്. മൊത്തത്തിൽ പടം ഒരു പൊതുവെ ഒരു ആവറേജ് ലെവലായിട്ടാണ് ഫസ്റ്റ് ഹാഫ് തോന്നിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹാഫാണ് എക്സ്പെക്ടേഷൻ നിൽക്കുന്നത് എന്താവുന്നത്. ഇൻട്രോൽ പഞ്ച് കൊള്ളാം, പക്ഷെ അതുവരെ കുറേ അടുത്ത് ലാഗൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കോമഡി ഒന്നും വർക്കൗട്ട് ആവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. കുറേ ലാഗുണ്ട്, കുറേ പോസ്റ്റ് ഫൈറ്റൊക്കെ. ഇൻട്രോ തെറ്റില്ല, പക്ഷേ എന്നാലും ഭയങ്കര ഒരു പഞ്ചല്ല. ഫൈറ്റൊക്കെ ഭയങ്കര വലുതായിട്ട് ഒരാളെ തട്ടുമ്പോൾ ഒരു 10 പേര് തെറിച്ചു പോകുന്ന അങ്ങനത്തെയൊക്കെ ഉള്ള നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറേ ഫൈറ്റൊക്കെയാണ്. അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് ലാഗ്. പക്ഷേ ഇൻട്രോൽ പഞ്ച് നന്നായിട്ടുണ്ട്, അത് കൊള്ളാം. ഫാസ്റ്റിൽ നൈസായിട്ടുണ്ട്. അതിന് വെയിറ്റിംഗ് ആണ്. ഇനി സെക്കൻഡ് ഹാഫിലായിരിക്കും കുറേ കൂടി പുള്ളിയുടെ ആക്ടിങ് വരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വെയിറ്റ് ചെയ്യുക. രശ്മിമന്ദാന കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ കുറച്ച് കൂടുതൽ ഓവർ എക്സ്പോഷർ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും കൊള്ളാം, പാട്ടൊക്കെ കുഴപ്പമില്ല, നൈസാണ്. സിനിമ എന്താ പറയുക, ടിപ്പിക്കൽ തെലുങ്ക് മൂവിയാണ്. ഇതുവരെ ബോറൊന്നും അടിച്ചില്ല. ഫസ്റ്റ് ഹാഫേ ആയിട്ടുള്ളൂ. അല്ലു അർജുൻ്റെ സ്റ്റൈലും ഫഹദ് ഫാസിലിൻ്റെ സൈക്കോത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോകുന്നുണ്ട്. ഇൻ്റർവ്യൂ ആയതും നല്ല രസമുണ്ട്. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് ഹാഫ് റാമ്പ്, കൊത്ത റാമ്പ്. സെക്കൻഡ് ഹാഫ് I did not see. Still interval కొత్త ర్యాంప్. సినిమా బ్లాస్ట్, వైల్డ్ ఫైర్. పుష్ప అంటే ఫ్లవర్ అనుకున్నావా? ఫైర్, వైల్డ్ ఫైర్. నేషనల్ కాదు, ఇంటర్నేషనల్. పుష్ప 1 కొట్టాం, 2 కూడా కొడతాం. ఓపెన్ ఛాలెంజ్.